ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ രാവിലെ ഭയങ്കര മഞ്ഞ കേട്ടോ. നമ്മുടെ തേക്കാണ് ഇലയെല്ലാം പൊഴിഞ്ഞ് അതിൻ്റെ പൊക്കത്തിലൊരു കാക്കയൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ അമ്പിളിയമ്മാവനൊന്നും പോയിട്ടില്ല കേട്ടോ. ആ നേരമൊക്കെ ആയുള്ളൂ, നേരം വെളുത്ത് ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ നല്ലപോലെ മഞ്ഞുണ്ടെന്ന് പറഞ്ഞാലും വെയിലും ഉണ്ട്, ചെറുതായിട്ട് വെളിച്ചമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ എല്ലാം അടച്ച മഴയായിരുന്നു വൈകുന്നേരം ആയപ്പോഴേ. അപ്പോൾ മൊത്തത്തിലെല്ലാം കലങ്ങി മുറ്റമെല്ലാം അടിച്ചു കഴുകി സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീടിൻ്റെ പൊക്കത്തിലൊക്കെ കരിയില കിടക്കുന്നത് വിൻചേട്ടൻ വാരിക്കളയുവാണ്, അല്ലെങ്കിൽ ഇനി വെള്ളം കെട്ടിക്കിടന്ന കൊതുകൊക്കെ ഉണ്ടാവുമേ. പിന്നെ നമ്മുടെ ചെത്തിയൊക്കെ നല്ലപോലെ പൂത്ത് നല്ല സ്റ്റൈലായിട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ മുയൽ, അപ്പൂൻ്റെ മുയലാട്ടോ. അപ്പൂ നന്ദു ഇപ്പോൾ ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ആ കാണുന്ന മുയലിനെ അപ്പൂ കുഞ്ഞിലെ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മേടിച്ച കേട്ടോ. അപ്പോൾ അവൻ ഡിഗ്രിക്ക് ആയില്ലേ, ഇത്രയും നാളായി നമ്മുടെ കൂടെ ഇവരൊക്കെ വന്നിട്ട്. ഇവൻ 6 വയസ്സായി. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവൻ രാവിലെ പുറത്തൊക്കെ പോയിച്ച് അപ്പൂവനെ കൊണ്ടുവന്ന് കയറ്റി വിട്ടിട്ട് അപ്പൂ കൃഷിപ്പണി കേട്ടോ. രാവിലെ ഒരു 7 മണി വരെയൊക്കെ കൃഷിപ്പണി ചെയ്യും. അത് കഴിഞ്ഞ് കോളേജിൽ 7:30 ആകുമ്പോഴത്തേനും പോയാൽ മതിയേ. പെട്ടെന്ന് കുളിച്ചൊരുങ്ങി പെട്ടെന്ന് പോകും കേട്ടോ. എന്തോ നട്ട് വയ്ക്കുമോ, ഏതാണ്ട് വളമെല്ലാം കൂടി മിക്സ് ചെയ്ത്. മഴ പെയ്യുന്നതിൻ്റെ സന്തോഷങ്ങളാണ് കൃഷിപ്പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം മഴയൊക്കെ അടച്ച് തല്ലി മഴ വരുമ്പോഴത്തേനും വളർന്നു വരുന്ന പോലെ നമ്മൾ ഇപ്പം അടന്നു പോകുന്ന ചെടികളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പയറിനൊക്കെ വള്ളി വീശി വന്നു. അപ്പോൾ മിനിച്ചേട്ടനതൊക്കെ പന്തലയിലോട്ട് കയറ്റി വിടുക കേട്ടോ. വള്ളി കൊണ്ട് കയറ്റി വിട്ടില്ലെങ്കിൽ അത് വീണ്ടും അതിനോട് ചേർത്ത് കെട്ടി വെക്കണമല്ലോ. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പിന്നെ മീൻ കറി വയ്ക്കാനും വറുക്കാനൊക്കെ ഉണ്ട്. അവർ രണ്ടുപേരും പോയി കേട്ടോ. നന്ദു ഇന്ന് ക്ലാസ്സില്ലേ, വിനിച്ചേട്ടനും അപ്പവും പോയി. അപ്പോൾ വരാലും മേടിച്ചുകൊണ്ട് വന്നു. മീനും പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടാട്ടോ വന്നേ. അപ്പൂവിനെ ചമ്മളാറ്റം വരെ കൊണ്ടുപോയി വിടുവേ. അപ്പോൾ തിരിച്ച് വന്നപ്പം വരാലും മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടാട്ടോ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഉളുമ്പായിരിക്കുവേ. തൊലി പൊളിക്കാതെ ഇങ്ങനെ ഇങ്ങനെ ചെത്തിക്കളഞ്ഞുണ്ടാക്കുന്നവർ തൊലി പൊളിച്ച് കളഞ്ഞിട്ടുണ്ടാക്കി നോക്കണേ. അപ്പം വരാലാന്ന് പോലും തോന്നത്തില്ല കേട്ടോ. വരാൽ ഇഷ്ടമില്ലാത്ത കുറേ പേരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ മിനിച്ചേട്ടന് ആദ്യമൊന്നും ഇഷ്ടമില്ലായിരുന്നേ. അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് തൊലി പൊളിച്ചുണ്ടാക്കുന്നത് ഇവരെല്ലാവരും കഴിക്കുവേ. പിന്നെ അതുണ്ടല്ലോ പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. അതെന്ന് പറഞ്ഞാൽ അതിന് ചുറ്റിനും ഇങ്ങനെ പാട് വരുത്തിയേച്ച് ഒന്നിങ്ങനെ പിരിച്ചാൽ മതിയേ. അല്ലാണ്ട് നമ്മൾ വളച്ചൊടിക്കുമ്പോഴാണ് അങ്ങ് ഞെങ്ങി പോകുന്നത്. ഇപ്പോൾ ഇച്ചിരി ഞെങ്ങി പൊടിഞ്ഞ് പോന്നാലും അത് വറക്കുന്ന കൂടെ കറി വയ്ക്കുന്ന കൂടെ ഇട്ടാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതങ്ങോട്ട് എന്താ പറയുന്നത്, ഈ വേറെ മീൻ പോലെ ഈ കിളിമീനൊക്കെ പോലെ അങ്ങ് ചോറ് പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ അതിൻ്റെ ദശയൊക്കെ ഇരിക്കുന്നതല്ലോ. അപ്പം ഇതുപോലെ തൊലി പൊളിച്ചുണ്ടാക്കാൻ ശ്രമിക്കണം, അതാണ് നല്ലത്. ഇച്ചിരി പാടൊക്കെ ഉണ്ട്, എന്നാലും ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഉളുമ്പൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചെടുത്ത് നമുക്ക് കറി വയ്ക്കാവേ. അതിന് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കരിയാപ്പിലയും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തേച്ച് ഒരു 3-4 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഇച്ചിരി കൂടുതലിടണേ. അതൊന്ന് പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറി എന്ന് വരുമ്പോഴത്തേനും കുറച്ച് വെള്ളവും കൂടി കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ 4-3 കഷ്ണം പുളിയും കൂടി ഇട്ട്, കുടംപുളിയാണേ, അത് നല്ലപോലെ തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് അതിൻ്റെ അകത്തോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അകത്തോട്ട് നമ്മൾ കറി വയ്ക്കാൻ എന്തോരം മീനാണ് എടുക്കുന്നത് ആ മീൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കണേ. ഇനി അത് അതിൻ്റെ അകത്ത് കിടന്ന് വേകാൻ അനുവദിക്കണം കേട്ടോ. അപ്പോൾ ആ എണ്ണ പതുക്കെ തെളിഞ്ഞ് വരും സൈഡിലോട്ടായിട്ട്. അപ്പോൾ അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുവാണല്ലോ. ആ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങായോ 2 വറ്റൽമുളക് 3-4 കഷ്ണം വെളുത്തുള്ളി, അത്രയും തന്നെ ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് നല്ലപോലെ സൈഡിലോട്ട് തെളിഞ്ഞ് വന്നേ. ഈ സമയത്ത് നമ്മളത് നല്ലപോലെ അരച്ച് വെച്ചേക്കുന്ന ചേരുവ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ മീൻകറി റെഡിയായി കേട്ടോ. ഇതിൻ്റെ ഒരു തുള്ളി ചാറ് പോലും കളയത്തില്ലാണ്ട് കഴിക്കുവേ. അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഞങ്ങളോടൊക്കെ പറയണം കേട്ടോ. വണ്ടി വന്ന് നിൽക്കുന്നു, മുറ്റത്ത് ആരാണ്ട് വന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ശ്രദ്ധിച്ചത്. പിന്നെ കേട്ടോ നല്ല സൂപ്പറായിട്ട് മീൻകറി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അത് ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, തിരിഞ്ഞിരിക്കുന്നത് കണ്ടോ. അപ്പോൾ വറക്കാനുള്ളത് ഇതുപോലെ തന്നെ എണ്ണ ചൂടായിട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മത്തി വറുത്ത വീഡിയോ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. ഒരു വശം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഉപ്പും മുളകും തിരുമ്മി നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുവേ. എന്നിട്ട് ഒരു വശം ഫ്രൈ ആയി വരും, ഏകദേശം ഫ്രൈ ആയി വരുന്നത്. അപ്പം മറിച്ചിടുന്നതിന് തൊട്ട് മുന്നേ വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും ഒരു പീസ് സവാളയും കൂടി അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് അതിനെ ഒന്ന് ആ വശം ബാക്കിയും കൂടി ഒന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചേക്കണേ. അപ്പോൾ പച്ചക്കറി എല്ലാം എടുത്ത് നോക്കുക കേട്ടോ. അതെല്ലാം കൂടി ഇനി സെറ്റാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. തക്കാളിക്കൊക്കെ കഴുകിയാണ് വെക്കുന്നത്, കാരണം ഇടയ്ക്ക് എടുത്ത് ചുമ്മാ തിന്നുമല്ലോ. അപ്പോൾ അതെല്ലാം കഴുകി സെറ്റപ്പാക്കി വെക്കും. പിന്നെ പച്ചക്കറി ബാക്കിയൊക്കെ കുറേ നേരം പുറത്ത് വെച്ചിട്ടാട്ടോ വെക്കുന്നത്. എനിക്ക് ഈ കോളിഫ്ലവർ ഫ്രിഡ്ജിൽ വെക്കാൻ ഭയങ്കര പേടിയാണേ. ഇതിൻ്റെ ഈ അകത്തൂടെ എല്ലാം ഇതും എല്ലാം കയറിയിരിക്കും. അതിൻ്റെ അകത്ത്
എന്നാ ഉറുമ്പും പുഴുവും ഇപ്പം തന്നെ ഞാൻ നോക്കിയപ്പോൾ 2, 4 പുഴുവിനെ പുഴുവല്ല ഉറുമ്പ്. ഈ പുഴു പോലെ ഇരിക്കുന്ന ഒരു സൈസ് ഉറുമ്പില്ലേ, അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. ഇപ്പം എല്ലാ കൂട്ടം റെഡി ആയതാണല്ലോ. ഇത് ഞാനിനി ശനിയാഴ്ച രാവിലെ ഗോബി മഞ്ചൂരിയൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, പിള്ളേർക്ക് 2 ദിവസം അവധിയാണല്ലോ. അതുകൊണ്ടാണ്. അപ്പം ഞാനിത് സൂക്ഷിക്കുന്നത് ഇതുപോലെയാണ്. കുറേ നേരം പുറത്ത് വയ്ക്കും. ഇപ്പം ഞാൻ കയറ്റി വയ്ക്കുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലൊരു കൂടിൻ്റെ അകത്തോട്ട് ഈ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ലപോലെ പിരിച്ച് ഇതുപോലെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുവുള്ളേ. അന്നേരം അതിൻ്റെ അകത്തുനിന്നൊന്നും ഇറങ്ങി വരത്തില്ല കേട്ടോ. അത് ഹോളൊന്നും ഇല്ലാത്ത കവറായിരിക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. ഇനിയിപ്പോൾ ഞാനത് പുറത്ത് വെച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടോ കയറ്റി വയ്ക്കുവോളേ. പിന്നെ നമ്മുടെ മീൻ എല്ലാം സെറ്റപ്പായിട്ടൊക്കെ റെഡിയായെന്ന് നമുക്ക് നോക്കാവേ. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒരു വശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും വന്ന് കഴിയുമ്പോൾ വേണം നമ്മുടെ ചേരുവകളെല്ലാം ഒന്നെങ്കിൽ ചതച്ചെടുക്കണം, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഒരു അരച്ച് ചേർത്താൽ അത് അതിനൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. കാരണം ഈ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റായി. ഗ്രേവി തിന്നുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടെങ്കിൽ ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളാ ഇതിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ മനസ്സിലാകത്തുള്ളേ. എല്ലാം കൂടുതലും പേര് നേരത്തെയൊക്കെ ഞാൻ അരച്ചാൽ ചേർക്കാറേ. ഇപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണേ. പിന്നെ തക്കാളി ഉപ്പുകല്ലിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് എന്നും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് തുടച്ച് കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അത് നമ്മൾ കണ്ണിമാങ്ങ മേടിച്ചായിരുന്നേ. കണ്ണിമാങ്ങയ്ക്ക് 200 രൂപയായിരുന്നു കിലോ വില. അപ്പോൾ 1/2 കിലോയെ മേടിച്ചുള്ളൂ. കണ്ണിമാങ്ങ ഇടാൻ വേണ്ടി തന്നെ മേടിച്ചതാണേ. അപ്പോൾ ഇതിൻ്റെ വാങ്ങാണ്ടിയൊക്കെ ഉറച്ചു പോയി കേട്ടോ. കണ്ണിമാങ്ങ പരിവം കഴിഞ്ഞു. എന്നാലും ഇട്ടേക്കാം, വീഡിയോ പിടിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ മേടിച്ചതേ. അപ്പം ഇത് കണ്ണിമാങ്ങ ഇടാമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പം മാങ്ങാണ്ടി ഉറച്ചെങ്കിലും ഇട്ടേക്കാമെന്നൊക്കെ വിചാരിച്ച് ചെത്തി എല്ലാം നോക്കിയപ്പം പകുതി എണ്ണം കേടാണ് കേട്ടോ. ഇതിൻ്റെ പുറം കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളു കണ്ടോ, അത് നല്ലപോലെ മാങ്ങാണ്ടി ഉറച്ചാണേ. ഇതിൻ്റെ ഏറ്റവും ചെറുതെടുത്ത് ഞാൻ മുറിച്ച് നോക്കിട്ടോ. പക്ഷേ ഭയങ്കര പുളിയാണ്. എനിക്കിത് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നത്. ഈ പുളി ഭയങ്കര ഇഷ്ടമാണേ. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ചെറുതെടുത്ത് മുറിച്ച് നോക്കിയപ്പോഴും ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കറുത്ത കളറിൽ ഏതാണ്ട് ഈ കണ്ടോ കേടായിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസം ഞാനൊരു 2.5 ആഴ്ചയൊക്കെ ഞാൻ സാധാരണ ഇത് ഉപ്പിലിട്ട് വയ്ക്കുന്നത്. നമ്മൾ ഉപ്പുകല്ലിൻ്റെ അകത്തിട്ട് വെക്കുമല്ലോ, ഇത് ഒന്ന് ചുങ്ങിയൊക്കെ വരാൻ വേണ്ടി, സെറ്റായിട്ട് കണ്ണിമാങ്ങ ഇടാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട്, സെറ്റായിട്ട് വരാനാണ്. ആ നേരം കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വല്ല പുഴു ഉണ്ടാകുമെന്നൊന്നും അറിയത്തില്ലേ. അതുകൊണ്ട് ഞാനത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മീൻ വറുത്തതൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായതുകൊണ്ട് ആ ഗ്രേവി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയ്ക്ക് മൂടി നിന്നിട്ട് ഒരു 3:30 മുതൽ മഴ തുടങ്ങിയതാണ് കേട്ടോ. ഇത് 3:30 മണിയൊക്കെ ആയേ. രാത്രിയിൽ വരെ മഴയാണ്. അങ്ങനെ കൂടി ഇന്നലെ മഴയായിരുന്നു. ഇപ്പം കുറേ ദിവസമായിട്ട് ഇവിടെ മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പച്ചക്കറി കൃഷികളെല്ലാം നല്ല ഊർജ്ജസ്വലമായിട്ട് ഇനി പോകുന്നുള്ളൂ. പക്ഷേ തീരെ പൊടിത്തൈകളൊക്കെ തല്ലിപ്പോവുകയും ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ ഇപ്പോൾ രാവിലെ വിനിച്ചേട്ടനും ഒപ്പമൊക്കെ നിന്നില്ലേ, ആ സ്ഥലമാണ് നമ്മുടെ അടുക്കള വശമുണ്ട്. ആ സൈഡിൽ ആ ഓറഞ്ച് കളറിൽ കിടക്കുന്ന വെള്ളമാണ്. ഭയങ്കര മഴയാണ്. ഇപ്പം കണ്ടോ ഇരുട്ടി നല്ലപോലെ വിളക്ക് വയ്ക്കുന്ന നേരമൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ സമയം 6:30 കഴിഞ്ഞ നേരമായി കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിക്കാണും അല്ലേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം. വീണ്ടും കാണാവേ. ബൈ.